ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വീടിൻ്റെ മുറ്റത്തായിട്ട് ഇറങ്ങിയപ്പോൾ നിറയെ ചെമ്പരത്തിപ്പൂക്കൾ കണ്ടു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് ഹോം റെമഡി ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഉപയോഗിച്ചിട്ടൊരു സിമ്പിൾ ഹെയർ സിറമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാനും മുടി പൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും മുടി നന്നായിട്ട് സിൽക്കി ആയിട്ടിരിക്കാനും നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ സിറമാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ സിറം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2 ആഴ്ചത്തോളം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സിറമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ഹെയർ സിറം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കൃത്യമായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്കൊരു 2 ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ഹെയറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ സിറം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേസൻ നിറച്ച് ചെമ്പരത്തിയുടെ പൂക്കൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെമ്പരത്തിപ്പൂ കിട്ടുന്നോ അത്രത്തോളം ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കാം. അപ്പോൾ റെഡ് കളറുള്ള ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ തലേദിവസം കൊഴിഞ്ഞിട്ട് പോകുന്ന ആ ഒരു ചെമ്പരത്തിപ്പൂ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു ചെമ്പരത്തിപ്പൂവും പിന്നെ നമുക്ക് ഇന്ന് കിട്ടുന്ന ചെമ്പരത്തിപ്പൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹെയർ സിറം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ടാണ് നമ്മളിത് സിറമാക്കുന്നത്. അപ്പം ഞാനിവിടെ നല്ലപോലെ ചെമ്പരത്തിപ്പൂവെല്ലാം കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കണം. അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് 2-3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ കളറെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ്മേരിയാണ്. 1 ടീസ്പൂൺ അളവിലാണ് റോസ്മേരി ചേർത്ത് കൊടുക്കുന്നത്. റോസ്മേരി നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഹെയർ ലോസ് കുറയ്ക്കാനും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ റോസ്മേരി ഇല്ലാത്തവർക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയോ അതല്ലെങ്കിൽ നമ്മുടെ കരിഞ്ജീരകമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. അലോവേര ജെല്ല് ഫ്രഷ് ആണെങ്കിൽ ഈ സമയത്ത് തന്നെ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു നമ്മൾ എന്താണോ ചേർക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഹെയറിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു ടൈം വേണമെങ്കിലും ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. നല്ലപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം മസാജ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ ഹെയറിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പായിട്ടോ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലല്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെമ്പരത്തിയുടെ സിറം നല്ലപോലെ ചൂടെല്ലാം ആറിയതിന് ശേഷം മാത്രം ഒരു 2 ടീസ്പൂൺ അളവിൽ ഒരു അലോവേര ജെല്ലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയുടെ ഈ ഒരു സിറം ഉപയോഗിച്ച് തന്നെ നമുക്കൊരു ഫേസ് പാക്ക് ചെയ്യാം. നല്ലപോലെ നമ്മുടെ ഫേസ് ഗ്ലോയിങ് ഒക്കെ ആക്കാനായിട്ടുള്ളൊരു ഫേസ് പാക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.